Hello friends, welcome to Shali's kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കിണ്ണത്തപ്പം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്റ്റൈലിലുള്ള ഒരു കിണ്ണത്തപ്പമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കിണ്ണത്തപ്പത്തിനേക്കാളും ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തായാലും ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യണം, എന്നാലും നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് കണ്ണൂർ കിണ്ണത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അതിന് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിത് വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത് ശർക്കരയാണ്. ശർക്കര അല്ലെങ്കിൽ വെള്ളം. അത് ശർക്കര നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വലിയൊരു ബോൾ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 100 ഗ്രാം ശർക്കര എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്വീറ്റ്നെസ്സിൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അതിപ്പോൾ ഞാൻ കറക്റ്റ് ഇത് പറയുന്നില്ല. പിന്നെ വേണ്ടത് ഇതാണ് കണ്ണൂർ കിണ്ണത്തപ്പത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കണ്ണൂർ കിണ്ണത്തപ്പത്തിന്. ഇത് നമ്മുടെ കടലപ്പരിപ്പാണ്, ചനാദാൽ. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഞാനിത് വേവിച്ച് വെച്ച കടലപ്പരിപ്പാണ് കേട്ടോ. നിങ്ങൾക്കിത് കുക്കറിൽ കുറച്ച് എടുത്തിട്ട് കുക്കറിൽ ഒരു വിസിലിട്ട് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാത്രത്തിലെടുത്ത് വേവിച്ചാൽ പെട്ടെന്ന് വെന്ത് വരുന്നത്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഇത് ഞാൻ 2 തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നെയ്യ് വേണം. നെയ്യ് ഒരു 4 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് നമ്മുടെ ഏലക്കപ്പൊടിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് ഉപ്പ് ഇടുക. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് സ്വീറ്റ്നെസ്സിൻ്റെ അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും വേണമെങ്കിൽ ഇടാം. ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അലിച്ചെടുത്തിട്ട് ഇതിൽ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് അരിച്ചെടുക്കാം. ഓക്കെ, അപ്പം നമുക്കിലേക്ക് ഞാനിപ്പോൾ ഒരു 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. 1 കപ്പ് വെള്ളം ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ട് ശർക്കരയിലേക്ക്. പിന്നെ 1 കപ്പും കൂടി. അപ്പോൾ ടോട്ടലി ഞാൻ 2 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മെൽറ്റായി വരട്ടെ. എന്നിട്ട് ഇതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇത് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് മെൽറ്റായി വരുന്നുണ്ട്. ഇത് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ 2 ട്രിപ്പിളായിട്ട് ചെയ്തോളൂ. സോ ഞാനിതിപ്പോൾ 2 ട്രിപ്പിളാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വെള്ളം ഒഴിക്കുന്നത് ഈ ബോട്ടിൽ ഒരു 3 കപ്പ് വെള്ളം കൊള്ളും. അപ്പോൾ ഞാനൊരു 3 കപ്സ് വെള്ളം ആദ്യം ഞാൻ കുറച്ച് വെള്ളം അടിച്ചെടുത്തിട്ട് ബാക്കി വെള്ളം ആഡ് ചെയ്തിട്ട് യൂസ് ചെയ്യണം. അപ്പം തേങ്ങ അരക്കാനായിട്ട് ഞാൻ 3 കപ്പ് വെള്ളം, പിന്നെ ശർക്കര അലിയിക്കാനായിട്ട് 2 കപ്പ്, അങ്ങനെ ടോട്ടലി 5 കപ്പ് വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിത് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം നമുക്ക് മിക്സി ഇതിൽ തേങ്ങ അരിച്ചെടുക്കാം. ജസ്റ്റ് നന്നായി അതിൽ പാല് ഇതാക്കിയെടുക്കണം കേട്ടോ. ഞാൻ 1-ാം പാല് 2-ാം പാല് അങ്ങനെ എടുക്കുന്നില്ല. ഞാൻ 1 പാല് തന്നെയാണ് യൂസ് ചെയ്യണത്. ബാക്കിയുള്ള തേങ്ങയും സെയിം മിക്സിയിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. തേങ്ങയിലിട്ടിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇത് ഞാൻ മിക്സിയിലിട്ട് 2-ാമത്തെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ അടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള വെള്ളവും ഇതിലൊഴിച്ചിട്ട് യൂസ് ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ അരിപ്പൊടി ഇട്ടിട്ട് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇത് നമുക്ക് കട്ടയില്ലാതെ നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് ഈ ശർക്കരയും നമുക്ക് ഇത് അരിച്ചെടുക്കാം കേട്ടോ. അത്ര അഴുക്കില്ല, എന്നാലും കുറച്ചൊരു ഡേർട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, പിന്നെ നമുക്കൊരു പാൻ എടുത്തിട്ട് അത് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടിയുള്ള ഇത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നന്നായി ഇത് മിക്സ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് കുറുകി ഇത് ഇനി നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം. പിന്നെ ഈ സമയത്ത് കുറച്ച് ഇതായി കഴിഞ്ഞാൽ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതൊക്കെ എല്ലാം ഇതിൽ മിക്സ് ആയിക്കോളും. ഇതൊന്ന് ജസ്റ്റ് കുറുകി വരുമ്പോൾ നമുക്ക് കടലപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് നമുക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ആൻഡ് ഒരു സ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കുക. ഓക്കെ, ഈ സമയത്ത് നിങ്ങൾക്ക് ഷുഗർ മധുരം ടേസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ശർക്കര ഉരുക്കി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് സമയത്ത് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് അവസാനം ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം. അതുവരെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഇതൊന്നും കൂടി കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത ടേബിൾ സ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കാം. അടുത്ത ടേബിൾ സ്പൂൺ നെയ്യും ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇത് ശ്രദ്ധിക്കണം കേട്ടോ, അടിയിൽ പിടിക്കാൻ പാടില്ല. നിങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനൊരു കയ്യിൽ ക്യാമറ വെച്ചിട്ടാണ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. എന്നാലും നിങ്ങളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഏലക്കപ്പൊടി ഇടാൻ മറന്നുപോയി, അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. പിന്നെ ഞങ്ങൾക്ക് ഞാനിപ്പോൾ മധുരം നോക്കിയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ സ്വീറ്റ് ഞാൻ മധുരം ടേസ്റ്റ് ചെയ്തപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പം ഞാൻ വേറെ ഇനി ശർക്കരപ്പാനി ഒഴിക്കണില്ല. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി നെയ്യിട്ട് കൊടുക്കുക. ഞാനിത് 3ാമത്തെ സ്പൂൺ നെയ്യാണ് ഇടുന്നത്. അതും ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഇത് ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട് കേട്ടോ. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് 4ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യും കൂടി എടുക്കുക. എന്നിട്ട് ഇത് ഒന്നും കൂടി നന്നായി ഇതാക്കി കൊടുക്കുക. അത് ഇപ്പോൾ ഓയിലൊക്കെ കുറച്ച് സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇതിപ്പോൾ ഓയിൽ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് റെഡി ആയിന്നാണ്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അത് തണുക്കാൻ വെക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ. ഇത് പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇപ്പം ഇങ്ങനെ ഇതുപോലെ ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതായി എന്നാണ്. അപ്പം ഞാനിത് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഒരു ഗ്ലാസിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് ഇതിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്. കിണ്ണത്തപ്പം ഒബ്വിയസ്ലി കിണ്ണത്തിലാണ് നെയ്യ് പുരട്ടിയിട്ടാണ് യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ കുഴിയുള്ള പ്ലേറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇതിൽ കൂൾ ചെയ്യാൻ വെക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ എടുക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടത് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 hour തണുക്കാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് 1 hour കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.